പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 29-ാം വചനം. ഈ അനർത്ഥങ്ങൾ നിങ്ങളുടെ മേൽ വരുത്തിയവൻ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. സാധാരണഗതിയിൽ സഹനങ്ങളോടുള്ള നമ്മുടെ ഒരു ചിന്ത, ഒരു മൈൻഡ്, ഒരു മനോഭാവം എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. സഹനങ്ങളുടെ വഴികളൊക്കെയും എങ്ങനെയും പരമാവധി ഉപേക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നു, പരിശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. എന്നാൽ അതിന് വ്യത്യസ്തമായ ബൈബിളിലെ ചില വാക്യങ്ങളൊന്ന് എടുത്ത് എൻ്റെ ഒരു പരിമിതമായ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 29-ാം വചനം കണ്ടു. ഈ അനർത്ഥങ്ങൾ നിങ്ങളുടെ മേൽ വരുത്തിയവൻ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. അപ്പോൾ ഈ അനർത്ഥങ്ങളുടെ ഒടുവിലുള്ള രക്ഷയെ സംബന്ധിച്ച് നിത്യാനന്ദം എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ്. ആ സ്വർഗരാജ്യത്തിലെത്തണമെങ്കിൽ അവൻ്റെ കുരിശിലെ ബലിയോട് നമ്മൾ ഐക്യപ്പെടണം എന്ന് വളരെ വ്യക്തമായി ഇതിലെ വചനത്തിന് സൂചനയുണ്ട്. അതിന് അല്പം കൂടെ ക്ലാരിറ്റി കിട്ടുന്ന ഒരു വചനം സങ്കീർത്തനങ്ങളിൽ 56-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 8-ാമത് വചനം. നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, അവയെല്ലാം എൻ്റെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. ഇത് വിശദമായ രണ്ട് ചർച്ചയും ചിന്തയാണ് ഇതിനകത്ത് വേണ്ടത്. നമ്മൾ കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം ഉപയോഗിക്കുവാനുള്ളതല്ല. കുപ്പിയിൽ സൂക്ഷിക്കുന്നത് അതിനൊരു കപ്പാസിറ്റി, ഒരു കുറച്ച് കാലത്തിനെ അത് സൂക്ഷിച്ച് വയ്ക്കുകയുള്ളൂ. ഇവിടെ വചനം പറയുകയാണ്, എൻ്റെ ഗ്രന്ഥത്തിൽ ഞാനതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ ഈ സഹനങ്ങളിലൂടെ എനിക്കുണ്ടാകുന്ന രക്ഷയും നിത്യാനന്ദവും, ഈ സഹനങ്ങളുടെ ഞാൻ അനുഭവിക്കുന്നതിന് പേരിൽ, സഹനം സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഞാൻ അനുഭവിക്കുന്നതിന് പേരിൽ സഹനങ്ങളെ എല്ലാം ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റുന്നുണ്ട്. അനേകരുടെ മാനസാന്തരം ആത്മരക്ഷയ്ക്ക് വേണ്ടി മാറ്റുന്നുണ്ട്. എൻ്റെ തന്നെ ഒരു മാനസാന്തരം വേണ്ടി ആക്കി മാറ്റുന്നുണ്ട്. ഈ സഹനങ്ങളെയൊക്കെ ഞാൻ ദൈവകാര്യങ്ങളും സ്വീകരിച്ച് കഴിയുമ്പോൾ വചനം പറയുകയാണ്, അത് നിത്യാനന്ദത്തിന് ഇടവരുമെന്ന്. ഈശോയുടെ വ്യക്തമായിട്ട് മറ്റൊരു വചനം 119-ാം സങ്കീർത്തനങ്ങളിൽ ഏറ്റവും വലിയ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്. സങ്കീർത്തനം 119 അതിൻ്റെ 71-ാമത് വചനം എങ്ങനെയാണ് പറയുന്നത്? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ എന്ന്. അപ്പോൾ ദുരിതങ്ങളോടുള്ള എൻ്റെ മൈൻഡ് മാറണം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാൻ ഈ സഹനങ്ങൾ എന്നെ എപ്പോഴും സഹായിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് പല സഹനങ്ങളുമെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഈ അനുഗ്രഹം ലഭിക്കുന്നത്. ആ അനുഗ്രഹം എനിക്ക് ലഭിക്കുവാൻ ദൈവം ഒരുക്കിയ വഴികളോടുള്ള എൻ്റെ മനോഭാവം എന്താണ്? നമ്മളിപ്പോൾ ആദ്യം ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 29-ാം വചനം പറയുന്നത്, ഈ അനർത്ഥം വരുത്തിയവൻ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദം നൽകും. ക്ലിയർ കട്ടായിട്ട് വാഗ്ദാന വചനമാണ്. അപ്പോൾ അങ്ങനെ ക്ലിയർ കട്ടായിട്ട് ഈ വാഗ്ദാന വചനം നമ്മൾ സംസാരിക്കുന്നത്, നമുക്ക് ഈ സഹനങ്ങൾക്ക് അപ്പുറമായ ഒരു ജീവിതമുണ്ടെന്നും ദൈവത്തിൻ്റെ തിരുമുഖത്തിൻ്റെ ദർശനമുണ്ടാകാൻ ഇത് അത്യാവശ്യമാണെന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുമോ? പിതാവായ ദൈവം യേശുവിനെ ഇങ്ങനെ ഒരു സഹനദാസനായി എന്തിനു വേണ്ടിയാണ് വിട്ടുകൊടുത്തത്? സഹനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തതിനാ? എനിക്ക്, നിങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും നിത്യാനന്ദവും പ്രദാനം ചെയ്തതിന് വേണ്ടിയാണ്. അതുകൊണ്ട് യേശു സഹിച്ച സഹനങ്ങൾ, അവൻ്റെ സഹനങ്ങളോട് എൻ്റെ കൊച്ചു കൊച്ചു സഹനങ്ങളൊന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ വാഗ്ദാന വചനം പറയുകയാണ്, രക്ഷയും നിത്യാനന്ദവും പ്രദാനം ചെയ്യുന്നത്. അതിന് ഗ്രന്ഥത്തിൽ ഏത് ഡേറ്റാസ് നമ്മൾ ചെയ്താലും കമ്പ്യൂട്ടർ ചെയ്യുമ്പോഴും ഇതുപോലെ ബുക്കിൽ കൂടി എഴുതി വയ്ക്കും. കാരണം ഏതെങ്കിലും ഒന്ന് നശിച്ചാൽ ഒന്ന് നിലനിൽക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന, ഞാൻ ഏൽക്കുന്ന, ഞാൻ സ്വീകരിക്കുന്ന ഒരു ചെറിയ സഹനം പോലും ദൈവം പരിഗണിക്കാതെ ഇരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിലെ പുസ്തകത്തിലെ കൺമുൻപിൽ ഉണ്ടത്. വചനം പറയുന്നുണ്ടല്ലോ, നിൻ്റെ ഒരു തലമുടി നാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ദൈവവും അറിയാതെ ഒരു സഹനങ്ങളും കടന്നു വരുന്നില്ല എന്ന് എപ്പോൾ എനിക്ക് തിരിച്ചറിയുന്നോ, എപ്പോൾ എൻ്റെ നോട്ടം ദൈവത്തിലേക്കാകുന്നു, എന്നെ പീഡിപ്പിച്ച, ഉപദ്രവിച്ച, എൻ്റെ സാമ്പത്തിക ഉപദ്രവം, എൻ്റെ രോഗം, എൻ്റെ പരിസ്ഥിതി, എൻ്റെ അധികാരികൾ, അവരിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ച് എനിക്ക് സഹനത്തിന് കാരണമായ എൻ്റെ നിത്യജീവന് വേണ്ടി, നിത്യാനന്ദത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ സ്വീകാര്യമായ വഴി ഇതിൽ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും അതെനിക്ക് രക്ഷയുടെ ഒരു അടയാളമായി മാറും. തീർച്ചയായും അതെനിക്ക് രക്ഷയുടെ വളരെ വിലപ്പെട്ട ഒരു സമ്മാനമായി മാറും. കേട്ട വചനം നാം സ്മരിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.